എന്താ? പുറത്തെന്തോ ഒരു ശബ്ദം കേട്ടു. നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. പോകണ്ടെന്നല്ലേ പറഞ്ഞത്? ടോർച്ചെടുത്ത് ഞാൻ പറയാം. ഒരാള് ഗേറ്റ് ചാടി അകത്തോട്ട് കയറി കയ്യോടെ പിടിക്കാലെന്ന് കരുതി ഞാനും പുറകെ കയറിയതാ. പരന്തു പൈതാഹുവാഹേ, പക്ഷെ അവൻ പൊയ്ക്കളഞ്ഞു. ആളെ മനസ്സിലായോ? ആളെ മനസ്സിലായെങ്കിൽ ഇപ്പൊ തന്നെ പിടിക്കണോ? പിന്നെ സൗകര്യം കിട്ടുമ്പോ പിടിച്ചാ പോരെ? കള്ളന്മാരുടെ ശല്യം കൂടി വരികയാണല്ലോ. ഇന്നലെ രാത്രി എന്റെ മുറിയുടെ ജനാലയ്ക്കൽ ആളനക്കം കേട്ടു. ഞാൻ പറയാഞ്ഞതാ. കുട്ടി പഠിച്ച കുട്ടിയല്ലേ? അങ്ങനെ അനക്കം കേൾക്കുമ്പോ ഹിന്ദിയിലോ മലയാളത്തിലോ വെച്ചാ പോരെ? ഇംഗ്ലീഷിലോ ചോദിച്ചാലും മതി, എനിക്ക് മനസ്സിലാവും. അത് കേൾക്കുമ്പോ ഓടി ഒന്ന് പിടിക്കാലോ. ബാങ്ക് മാനേജരുടെ വീട്ടിൽ നിറച്ച് പണവും മണ്ടോ ഉണ്ടെന്നായിരിക്കും കള്ളന്റെ വിചാരം. ആമനെ സാമനെ സാറ് വിഷമിക്കണ്ട, അവനെ ഞാൻ ഒതുക്കും. ഇന്ന് രാത്രി സാറിന്റെ വീടിന്റെ ഗേറ്റ് വിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല. സാറ് സുഖമായിട്ട് പോയി കിടന്നുറങ്ങണം. ഇന്ന് ഞാൻ ഉറങ്ങുന്നില്ല. ആഹാ, അപ്പൊ താൻ എന്നും രാത്രി ഉറങ്ങുമല്ലേ? ചുമ്മാ അല്ല കള്ളൻ ഇവിടെ വിട്ട് പോകാത്തത്. അയ്യോ, സാർ എന്നെ തെറ്റിദ്ധരിച്ചു. ഈ കത്തി അബദ്ധത്തിൽ ഉറയിൽ നിന്ന് ഊരിപ്പോയതുകൊണ്ട് ചൂട് ചോര കാണാതെ എനിക്ക് ഉറക്കം വരില്ലെന്നാ പറഞ്ഞത്. അതിനൊരു കോഴിയെ കൊന്നപ്പോഴേ പോരാ. മേരാ പിതാജി മക്കൻ സിംഗ് കി കത്തി ഹേ. മനുഷ്യന്റെ ചോര തന്നെ കാണണം. അത് കാണുന്നവരെ ഈ കത്തി ഉറക്കി വെളിയിൽ കിടക്കുന്നുണ്ട്. സാറിന് വിരോധമൊന്നും ഇല്ലല്ലോ. തന്റെ കത്തി ഉറക്കി വെളിയിലോ അകത്തോ എവിടെ കിടന്നാലും ഇവിടെ കള്ളന്റെ ശല്യം ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. സോജ, സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളൂ. എനിക്ക് തോന്നുന്നത് ഇതാ ഗൂർഖാട് തന്നെ പണിയാന്നാ. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ മോഹൻലാലിന് വേണ്ടി ശ്രീനിവാസൻ കള്ളനായില്ലേ? ശരിയാ, കള്ളന്റെ ശല്യം ഉണ്ടെന്ന് വരുത്തി തീർത്താ അയാൾക്ക് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാലോ. വല്യമ്മയ്ക്ക് സുധിയ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. ടെറസിന്റെ മുകളിൽ നിന്ന് കയ്യും കാലം കാണിക്കുന്നത് വല്യമ്മ കണ്ടു. അതിനുള്ള ധൈര്യം സുധിക്കുണ്ടോ? കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നു. മറ്റൊന്നാരുടെ ഗ്യാങ്ങിപ്പെട്ടല്ലേ, വിശ്വസിക്കാൻ കൊള്ളില്ല. ബോയ് ഫ്രണ്ടിനെ കുറ്റം പറഞ്ഞ പെണ്ണിന്റെ പരിഭവം കണ്ടില്ലേ? പ്രവീൺ, ബാങ്ക് മാനേജർ വീട്ടിൽ പെൺകുട്ടി മാല പൊട്ടിച്ചത് ഞാനല്ല. കള്ളം പറയുന്നോ? കൂട്ടുകാരി ഞാൻ കാണിച്ചു തരാം സാർ. എനിക്കറിയില്ല സാർ. അതൊക്കെ ആരാ ഈ സുധീന്ദ്രൻ? എന്റെ ബ്രദറിലോയാ. എന്താ സാർ? അപ്പുറത്തെ കുട്ടിയുടെ മാല പൊട്ടിച്ചതിന്റെ പേരിൽ ഒരു പെറ്റീഷൻ ഉണ്ട്. സുധീന്ദ്രന്റെ പേരിൽ സംശയമുണ്ട്. ഇവനാ അവനെ ജീവിക്കാൻ. പെറ്റീഷൻ കൊടുക്കണ്ടായിരുന്നു. ഇനി ആ പ്രേമന്റെ മുഖത്തെ എങ്ങനെ നോക്കും? ആ സുധി ഇറങ്ങി വിട്. ഇവന്മാര് പറയുന്നത് സത്യമാണെങ്കിലും അല്ലെങ്കിലും യഥാർത്ഥ പ്രതിയെ കിട്ടുന്നവരെ ഈ കേസുമായി അവന് ബന്ധമില്ലെന്ന് ഉറപ്പിക്കണ്ട. പിന്നെ നിന്റെ റിസ്കിൽ ഇപ്പൊ വിടുന്നതേ ഉള്ളൂ. ഈ പയ്യൻ ആളത്ര കുഴപ്പക്കാരനൊന്നുമല്ല, പക്ഷെ കൂട്ടുകെട്ടൊരല്പം മോശമാ. ആ, ആവശ്യം വരുമ്പോ പറഞ്ഞാ മതി, ഞാൻ ഹാജരായിക്കൊള്ളാം. എനിക്ക് തോന്നുന്നത് സതിയുടെ മാല പൊട്ടിച്ചത് ഏതോ ഒരു പ്രൊഫഷണൽ ക്രിമിനൽ ആയിരിക്കണം. ഹെൽമെറ്റ് വെച്ചിരുന്നതുകൊണ്ടാണ് സതിയും കൂട്ടുകാരികളും ഇവരെ തെറ്റിദ്ധരിച്ചത്. ഈ ഗാങ്ങിന്റെ പേരിൽ നേരത്തെ ഒരു പെറ്റീഷൻ ഉണ്ടായിരുന്നുകൊണ്ട് സാറ് ഇവരെ സംശയിച്ചു. മരുന്ന് കച്ചവടം നിർത്തി നീ പോലീസ് ചേര്. അയ്യോ വേണ്ട, ഈ നിരപരാധികളൊക്കെ പിടിച്ചിടിക്കാൻ എനിക്ക് വയ്യ. എന്നാ സാറിയല്ലേ, ഞാൻ ആ മാലയും തപ്പി എടുക്കട്ടെ. ശരി, പോവാം. വാ. ഇത്രയ്ക്ക് കണ്ണി ചോരയില്ലാതെ പോയല്ലോ. ഒന്നുമില്ലെങ്കിലും അവൻ എന്റെ അനിയനല്ലേ. അവന് പോലീസ് കൊണ്ടുപോയപ്പം ഓടിക്കൂടിയവർക്കുണ്ടായ വിഷമം പോലും പ്രേമേട്ടനുണ്ടായില്ലല്ലോ. ഇക്കണക്കിന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും പ്രേമേട്ടൻ കയ്യും കെട്ടി നോക്കി നിൽക്കത്തേ ഉള്ളൂ. മാല വലിച്ചു പൊട്ടിക്കാൻ നിനക്ക് ഉദ്ദേശമുണ്ടോ? ആര് വലിച്ചു പൊട്ടിച്ചെന്നാ?
കൈ നിറയെ കാശ് കണ്ട് ഞാൻ വളർന്നത്. പിടിച്ചു പറിക്കേണ്ട ഗതികേടൊന്നും എന്റെ അനിയന് വന്നിട്ടില്ല. പിന്നെ ഇവിടെ പോലീസ് വന്നത് അവന് സെക്യൂരിറ്റി നിൽക്കാനാണെന്ന് നീ വിചാരിച്ചത്? താമസമായിട്ട് മാസം 3 ആയിട്ടില്ല. അതിനുമ്പ് പെരക്കകത്ത് പോലീസ് കയറി. എന്നിട്ടും അനിയനെ ന്യായീകരിക്കുക. തെറ്റ് ചെയ്താൽ ശാസിച്ചുകൊണ്ട് ചത്തുപോത്തൊന്നുമില്ല. ശാസിക്കേണ്ടെന്ന് ആര് പറഞ്ഞു? ഒരു അപകടം വരുമ്പോ കൈ ഒഴിയരുതെന്ന് പറഞ്ഞുള്ളൂ. അവള് പറഞ്ഞതുള്ളതാ. എന്തു ആയിക്കോട്ടെ, അവനെ പോലീസുകാർ കൊണ്ടുപോയപ്പോ നീയൊന്ന് തിരിഞ്ഞു നോക്കാൻ ഞാൻ നെറുകേടായിപ്പോയി. പെണ്ണ് കേസിനും പിടിച്ചു പറിക്കൊക്കെ അകത്തായവരെ ജാമ്യത്തിലെടുക്കാൻ എനിക്ക് ഇത്തിരി ചളിപ്പുണ്ട്. ഞാനേ മാന്യനായിട്ട് കഴിയുന്നൊരു കോളേജ് അധ്യാപകനാ. സ്റ്റുഡൻസിന്റെ ഇടയിൽ എനിക്കൊരു വിലയൊക്കെ ഉണ്ട്. അത് പോയാലേ പന്ത് തട്ടുന്ന പോലെ അവന്മാരെന്നെ തട്ടി കളിക്കും. മനുഷ്യന് ഉപകാരമില്ലാത്ത മാന്യത ആർക്ക് വേണം? അപ്പുറത്ത് അദ്ദേഹത്തെ കണ്ട് പഠിക്ക്. എത്രയോ വലിയ മനുഷ്യരുമായിട്ട് ബന്ധമുള്ള ആളാ. സുധി പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞ ആ നിമിഷം മാന്യത നോക്കാതെ ഓടിച്ചെന്നില്ല അവൻ ഇറക്കാൻ. ആ മനുഷ്യന്റെ കാല് കഴുകി വെള്ളം കുടിക്കണം. നീ ഇതോടെ പോന്നു? വീട്ടിലേക്ക്. എന്തിന്? ഞാൻ പറഞ്ഞു നിന്നോട് പോവാൻ. ഞാൻ ആർക്കും ഒരു ശല്യമാവുന്നില്ല, പോവാണ്. എന്റെ പൊന്നളിയ, അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നോ. എന്തിനു നിൽക്കുന്നത്? അവൻ കാരണം ആരുടെ മാന്യത നശിക്കണ്ട. നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്ക്. അതെ, കേസും പ്രശ്നമൊക്കെയായിട്ട് ഇപ്പൊ അങ്ങോട്ട് ചെന്നാൽ എങ്ങനെയാ? അച്ഛന് സുഖമില്ലാണ്ടിരിക്കല്ലേ? അച്ഛനെ കുറിച്ച് വിചാരമുള്ള ഒരാള്, ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന മനുഷ്യനാ. ഒന്ന് പോയി കാണാന്ന് എത്ര നാളുകൊണ്ട് പറയുന്നു. അപ്പോഴൊക്കെ കുറെ മുടന്ത ന്യായങ്ങളുണ്ട്. സ്പെഷ്യൽ ക്ലാസ്സാ, ടെസ്റ്റ് പേപ്പറാ, പേപ്പർ വാല്യുവേഷനാ. ഞങ്ങളൊന്നും കോളേജിൽ പഠിച്ചിട്ടില്ലല്ലോ. അച്ഛന്റെ മുമ്പിൽ ഭർത്താവ് ചെറുതാകരുതല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും പറയാതിരിക്കുകയായിരുന്നു. മകനൊരാപത്ത് വന്നപ്പോ മരുമകൻ സഹായിച്ച കാര്യം ഇനിയിപ്പോ അച്ഛൻ അറിയട്ടെ. എന്തിനാ നോക്കി നിൽക്കുന്നത്? ചെല്ല്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ സുലോചനെ? ഒന്നും ആലോചിക്കാനില്ലമ്മേ. കണ്ണി ചോരയില്ലാത്തവരുടെ കൂടെ ശ്വാസം മുട്ടി കഴിയാൻ അവൻ ആരോരും ഇല്ലാത്തവനൊന്നുമല്ല. എന്റെ സുലോചന, ഇവനിപ്പോ പോയാൽ ശരിയാവത്തില്ല. കേസന്വേഷണം പൂർത്തിയാകാത്തതുകൊണ്ട് അവരുടെ കണ്ണിൽ ഇവനിപ്പോഴും കുറ്റവാളിയാ. ഇവൻ നാട്ടിൽ പോയി നിന്നാലേ പോലീസുകാർ വരുമ്പോ ഞാൻ സമാധാനം പറയണ്ടേ? ഓഹോ, അതുകൊണ്ടാണ് നിക്കാൻ പറഞ്ഞത്. കണ്ടല്ലോ സ്നേഹം. ഇനിയും നിനക്ക് അളിയന്റെ കൂടെ നിക്കണോടാ? വെറും ഒരു സംശയത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയി എന്ന് വെച്ച് അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കാനുണ്ടോ? സതിയുടെ മാല പൊട്ടിച്ചത് സുധിയോ സുധിയുടെ ഫ്രണ്ട്സോ അല്ല. ഇന്നോ നാളെ ഫിറോസ് അവനെ പൊക്കും. സാറിരിക്കെ. താങ്ക് യു. ഇരിക്കേ. ഈ ക്രിമിനൽസിനെ തൊട്ടു നോക്കി പിടിക്കാനുള്ള സൗകര്യം ഒന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല. അപ്പൊ പിന്നെ കേസന്വേഷണമായിട്ട് കുറെ നിരപരാധികളും ബന്ധപ്പെട്ടു വരാം. നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡ് അല്ലേ, സഹകരിക്കണം അല്ലേ? മോളെ, രാജീവിന് ചായ കൊടുക്ക്. അയ്യോ, ഇപ്പൊ വേണ്ടമേ. ഇയാളെന്താ ഈ ബാഗും തൂക്കി പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുന്നത്? കൊണ്ടകത്ത് വെക്കേ, ചെല്ലേ. കേട്ടോ സാറേ, പോലീസിന് ഇവിടെ വരുമെന്ന് പേടിക്കണ്ട. ഞാൻ ഫിറോസിനോട് പറഞ്ഞിട്ടുണ്ട്. 11 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ അറിയട്ടെ. സാറേ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. മണ്ടത്തരമല്ലേ കാണിച്ചത്? ഈ വക കാര്യങ്ങളൊക്കെ എപ്പോഴും സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. രാജീവൻ പറഞ്ഞതാണ് ശരി. ഇതൊക്കെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ പ്രോബ്ലമാണ്. സാറ് വന്ന് ന്യായീകരിക്കുകയാണോ? പറയുന്ന കാര്യമാണെങ്കിൽ ആര് പറഞ്ഞാലും അംഗീകരിക്കണം. നമ്മളൊക്കെ കടന്നു വന്നിട്ടുള്ള പ്രായമാണെങ്കിലും കൗമാര മനസ്സുകളെ നാം വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. വളരെ കുഴപ്പം പിടിച്ച പ്രായമാണത്. സാമൂഹ്യ വിലക്കുകൾ ലംഘിച്ച് പലതും ചെയ്യാൻ വെമ്പുന്ന പ്രായം. സ്നേഹം കൊണ്ടേ അവരെ മാറ്റിയെടുക്കാൻ പറ്റും. മാനസിക പീഡനം തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വർദ്ധിപ്പിക്കുകയുള്ളൂ. സുധിയുടെ കാര്യത്തിൽ പ്രേമേന്ദ്രൻ വളരെ അയഞ്ഞൊരു നിലപാട് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. സാറിന് അവൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ. സൂചി കയറ്റുന്നിടത്ത് തൂമ്പ കയറ്റുന്ന സൈസാ. അയഞ്ഞു കൊടുത്താലേ അവൻ എന്റെ തലേ കയറും. മിണ്ടാതെയും പറയാതെ ഒരു അകലത്തിൽ നിർത്തിയിരിക്കുന്നുണ്ട്. ഇപ്പൊ അല്പമെങ്കിലും ബഹുമാനമുള്ളത്. അത് ബഹുമാനമാണെന്ന് ആര് പറഞ്ഞു? നമ്മൾ അധ്യാപകരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. കളിയും തമാശയും പറഞ്ഞ് നാം കുട്ടികളോട് കൂടുതൽ അടുത്തിടപഴകിയാൽ ബഹുമാനം കുറഞ്ഞു പോകുമെന്ന് കരുതി കൃത്രിമ ഗൗരവം നടിച്ച് നാം അവരോട് സംസാരിച്ചാൽ അവർക്ക് അധ്യാപകരോട് ഒരുതരം വരുത്തിത്തീർത്ത ബഹുമാനമാണ് തോന്നുക. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് തന്നെ പൊക്കിക്കൊണ്ടുപോകുന്ന രാജീവനോട് സുധിക്ക് തോന്നുന്ന ഉള്ളിത്തട്ടി ബഹുമാനമാണ്.
തന്നോട് തീർത്താ തീരാത്ത പകയും. അത് ഒരളവ് വരെ സുലോചനയ്ക്കും കാണും. സുധി അവരുടെ സഹോദരനല്ലേ. അതുകൊണ്ടാണ് രാജീവും പറഞ്ഞത് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട പ്രോബ്ലം ആണ്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ തന്നെ കവിഞ്ഞ് ആരും ഇല്ലാന്ന മട്ടിലുള്ള നടപ്പും സംസാരവും ക്ലീൻ ഇമേജും അതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാ. ഇതേ ഒരു തരം അസൂയ. ഒരു മിനിറ്റ്, ഞാൻ ഒരെണ്ണം വീശിട്ട് വരാം. വീശേ സ്റ്റുഡൻസ് ആരെങ്കിലും കണ്ട മോശം സാറേ. എടോ, സ്റ്റുഡൻസിന് എല്ലാം അറിയാം ഞാൻ കുടിക്കുമെന്ന്. കുടിക്കാത്ത തന്നോടുള്ളതിനൊക്കെ റെസ്പെക്ട് അവർക്ക് എന്നോടുണ്ട്. ഒരു സിസർ തന്നെ.